ജബലലി പോർട്ടിലോട്ട് ഇറാന്റെ ഒരു മിസൈൽ ആക്രമണം ഉണ്ട് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. ഓൾറെഡി എനിക്കറിയാം യുഎയിലുള്ള ആൾക്കാർക്ക് മിക്കവാറും ഈ ഡിഫൻസ് അലേർട്ട് വന്ന് കാണും. കുറേ പേർക്ക് വന്നിട്ടുണ്ട്, ചില വാർത്തകളിലൊക്കെ വരുന്നുണ്ട്. അത് അൺകൺഫേംഡ് ആണെന്നാണ് ആദ്യം പറഞ്ഞത്, പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ജബലലിയിലോട്ടാണ് മിസൈലുകൾ വന്നത്, അവിടെ എക്സ്പ്ലോഷൻ സൗണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്, ഇപ്പോൾ 8:30, ഇപ്പോൾ ഇന്ന് 18-ാം തീയതി ആയിട്ടരക്കാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. ഏതായാലും നോക്കാം, അവിടെ ഉള്ളവരൊക്കെ സേഫ് ആയിട്ടിരിക്കാം. ഇനിയിപ്പോൾ എന്താ, ഇന്ന് സീസ് ഫയർ കഴിഞ്ഞതാണ്. സീസ് ഫയർ എന്നതോടുകൂടെ കഴിഞ്ഞു. വല്ല പ്ലാനും വരെ വെട്ടിയിരുന്നെങ്കിൽ ഇറാൻ കരയുദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. മറ്റേ യുഎയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. അതിന് ശേഷം ഏതായാലും ഇന്നത്തെ മറ്റ് യുദ്ധത്തിൻ്റെ മറ്റ് അപ്ഡേറ്റുകളോട് പോകാം. ഇറാൻ കരയുദ്ധം പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടു കേട്ടോ. ഇന്നിപ്പോൾ 18-ാം തീയതിയാണ് ഓഗസ്റ്റ്. ഇന്ന് വരുന്നൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കരയുദ്ധം സ്റ്റാർട്ട് ചെയ്യുക. അമേരിക്കയിലോട്ടല്ല, അമേരിക്കൻ്റെ ബേസുകൾ നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലോട്ട് കരയുദ്ധത്തിന് പോവുക. അവിടുന്ന് അമേരിക്കൻ ടോപ്പേഴ്സിനെ പിടിച്ചു കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ വന്ന് ബന്ദികളാക്കി വെക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇവർക്ക് മിസൈൽ വിട്ട് മടുത്ത് ഇനി പരിപാടി ചെയ്യാം എന്നുള്ള തോന്നൽ ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നാണ് ഇറാന്റെ തന്നെ ചില നേതാക്കൾ പറയുന്നതായിട്ട് ദ വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ്. അതായത് അവർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോവുക, നേരിട്ട് കരയുദ്ധമായിട്ട് അങ്ങോട്ട് നേരെ ഇടിച്ചു കയറിച്ചില്ല. കാരണം അവിടെ അമേരിക്കക്ക് ഈ പറഞ്ഞ കയ്യിലുണ്ടാവുന്ന 4000, 5000, 10,000 ഒക്കെ ആൾക്കാരാകുള്ളൂ. കുവൈറ്റൊക്കെയാണ്. ഇപ്പോൾ കുവൈറ്റിൽ അത് അല്ലെങ്കിൽ ബഹ്റൈനിലൊക്കെ ഈ കുറഞ്ഞ ആൾക്കാരെ അവിടെ ഉള്ളൂ. ഇപ്പോൾ ഇറാൻ എല്ലാം കൂടെ അങ്ങോട്ട് കപ്പലിൽ ഇരച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇറാന് ഇഷ്ടം പോലെ ഏകദേശം 10-15 ലക്ഷത്തിൻ്റെ മേലെ എന്താ പറയുക പട്ടാളക്കാർ, ഏത് നേരം യുദ്ധം ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന പട്ടാളക്കാരുണ്ടെന്നാണ് പറയുന്നത്. അതിൽ മറ്റേ റിസർവിൽ വേറെ ഉണ്ട്, അതല്ല ഓൺ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഇതിൽ വേറെ ടീംസ് ഉണ്ട്. നേരെ കയറിച്ചില്ല, അടിച്ചു കൊണ്ടുവരാം എന്നൊക്കെയാണ് അവരുടെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ ഒരു ന്യൂസ് വരുന്നുണ്ട്. കാരണം ഇറാന് യുദ്ധം എക്സ്റ്റെൻഡ് ചെയ്യാനാണ് താല്പര്യം, അവർക്ക് ഇത് ചെയ്യാനുള്ള താല്പര്യമില്ല എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. കരയുദ്ധം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. നമ്മളിപ്പോൾ വളരെ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു പോയി, പക്ഷേ അത്ര സിമ്പിളല്ല. കാരണം ഗൾഫിലുള്ള ഒറ്റൊരുത്തരും യുദ്ധം ചെയ്യാനറിയില്ല. അവർ ഇത്രയും കാലം പിടിച്ചുന്നത് ഈ ഓയിലിൻ്റെ പൈസ കയ്യിലുള്ളത് കൊണ്ട് അമേരിക്കൻ പട്ടാളക്കാരെ കൊണ്ടുവന്നിട്ടല്ല, അമേരിക്കൻ സിസ്റ്റങ്ങളൊക്കെ കൊണ്ടുവച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അമ്മമാർക്ക് ആർക്കും ഇറങ്ങി ഒരു യുദ്ധം ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. കാരണം യുദ്ധം ചെയ്ത് അറബികൾ ഇതുവരെ പരിശീലിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അമേരിക്കയാണ് അവർക്ക് പരിശീലനം കൊടുക്കുന്നത്. അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഈ യുദ്ധത്തിൽ മറ്റ് മേഖലകളിൽ നമ്മൾ കണ്ടു. അപ്പം ഇറാൻ അങ്ങനെ വല്ല പ്ലാനും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അങ്ങനെയാണ് യുദ്ധം മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ കഠിനമായിരിക്കും. ഗൾഫ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് രാജ്യത്തോട്ടാണ് ഇവർ കയറി ആക്രമിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് തൊലഞ്ഞു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു എന്താ പറയുക, ഈ കരയുദ്ധത്തിൽ ഇറാൻ അത്രയും പരിശീലനം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് അവർ. അവരുടെ ഭൂപ്രകൃതി തന്നെ അങ്ങനെയാണ്. ഏത് കല്ലിലും അല്ലെങ്കിൽ ഏത് പാറക്കെട്ടിലും ഏത് പർവ്വതത്തിലും ഏത് കടലിലും അവർ ഇറങ്ങി യുദ്ധം ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് അവർ. പിന്നെ അവരുടെ ഒരു മനസ്സിലുള്ള ഒരു വിൽ പവർ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇതാണ് ഇറാനികളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അവിടുത്തെ എന്താ പറയുക, ഫാമിലി അല്ലെങ്കിൽ കുടുംബങ്ങളിൽ പലരും പറയുന്നത്, നിങ്ങൾക്ക് ആളെ വേണമെങ്കിൽ പറയും, ഞങ്ങൾ വരാൻ റെഡിയാണ്, ഞങ്ങൾ യുദ്ധം ചെയ്ത് മരിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറയുന്നതും. അപ്പോൾ ആ വാർത്ത അവിടെ നിൽക്കട്ടെ. അതല്ലാണ്ട് മറ്റൊരു വാർത്ത വരുന്നത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഏകദേശം അമേരിക്കയും ഇസ്രായേലും വിടാനുള്ള വെടികളൊക്കെ വിട്ടു തീർന്നു, ഇനി വിടാൻ കയ്യിലൊന്നുമില്ല. ഇന്നത്തോടു കൂടി സീസ് ഫയർ തീരുകയാണ്. നാളെ മുതൽ ഇപ്പം എങ്ങനെയാണ് ഇറാൻ കയറി അടിക്കും എന്നുള്ളൊരു തോന്നൽ അവർക്ക് നല്ലപോലെ ഉണ്ട്. അതിൻ്റെ മുമ്പായിട്ട് ഇറാനെ ന്യൂക്ലിയർ വെപ്പൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോംബിട്ട് തീർക്കുക എന്ന് അമേരിക്കയുടെ പദ്ധതി ഉണ്ടെന്ന് അമേരിക്കയുടെ തന്നെ മുൻ സെനറ്റ് കോൺഗ്രസ് അംഗം ഒരു ലേഡിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെയാണ് അവരത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കണ്ടോ അറിയില്ല. അങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ട്. മുൻ കോൺഗ്രസ് വനിതയുടെ അവകാശമാണ് ഇറാനെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ ഉയർന്ന തലത്തിൽ തന്ത്രപ്രധാനമായിട്ടുള്ള യോഗങ്ങൾ ചർച്ച ചെയ്യുന്നതായിട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ മുന്നറിയിപ്പുകളും ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിനോട് അടുത്തതായിട്ട് US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഭരണകൂടം ഇസ്രായേലിന്റെ മുന്നറിയിപ്പുകളെ മാത്രമാണ് ആശ്രയിക്കുന്നതെന്നും അവർ ആരോപിച്ചു. ഓക്കെ, അതായത് അമേരിക്കൻ ഇന്റലിജൻസിന് ഇങ്ങനത്തെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് അവരുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവർ ഏകദേശം ഇതിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ അതിൻ്റെ മുമ്പ് നമുക്ക് ഇട്ടാളാം എന്ന് അമേരിക്കക്കാർ എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇസ്രായേലി ഇൻ്റലിജൻസ് ആണെന്നാണ് ഇവർ ആരോപിച്ചിട്ടുള്ളത്. അണുവായുധ പ്രയോഗത്തിനുള്ള പരിധി കുറയ്ക്കുന്നതിന് ആണവായുധം പ്രയോഗിക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുന്നത് ലോകത്തെ വൻ യുദ്ധത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും അത്ഭുതപൂർണമായിട്ടുള്ള മാനുഷിക ദുരിതത്തിലേക്കും തള്ളിവിടുന്നുവെന്നും അവർ ഒരു മുന്നറിയിപ്പും കൂടെ തരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇറാനിലൊരു ബോംബ് വീണ് കഴിഞ്ഞാൽ, ഒരു ന്യൂക്ലിയർ ബോംബ് വീണ് കഴിഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഈ ഗൾഫ് രാജ്യങ്ങളിൽ മൊത്തം പണി കിട്ടും. അതോടുകൂടി ഇറാൻ മൊത്തത്തിൽ അങ്ങനെ നശിച്ചില്ലെങ്കിലും ഇറാൻ്റെ അവസാന എന്താ പറയുക മിസൈൽ അവർ വിട്ടു തീർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടുകൂടി കംപ്ലീറ്റ് ഇപ്പോൾ നമ്മളൊന്നും ഇരുന്നാൽ ഒരു വീഡിയോ പോലും ചെയ്യാത്ത അവസ്ഥയിലോട്ട് നമ്മുടെ രാജ്യങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥയിലോട്ട് എത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതായത് ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിട്ടുള്ളത്
ഇവർ ഈ ആണവായുധങ്ങൾ കൊണ്ടുപോയിട്ട് ഇറാൻ്റെ തന്നെ ഏതെങ്കിലുമൊക്കെ ഈ ഫൗദോലോ അതല്ലെങ്കിൽ നദാൻസിലോ എവിടെയെങ്കിലും പോയിട്ട് അവരുടെ ആണവ നിലയങ്ങളുടെ മുകളിൽ പോയിട്ട് ഇത് ബോംബിട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമുക്ക് പറയാം അബദ്ധത്തിൽ ഒരു മിസൈൽ അങ്ങോട്ട് വീണ സമയത്ത് അതിൻ്റെ അകത്ത് ഇറാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആണവ നിലയങ്ങളാണല്ലോ, അവിടെയാണ് ലീക്കേജ് വന്നത്, അതാണ് പൊട്ടിത്തെറിച്ചതെന്ന് പറയുന്ന രീതിയിലുള്ള പ്ലാനുകളാണ് അമേരിക്കൻ ഇൻ്റലിജൻസും ഇസ്രായേലി ഇൻ്റലിജൻസും കൂടെ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ യുദ്ധനീതിക്കെതിരെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അന്താരാഷ്ട്ര എന്താ പറയുക ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ കമ്മീഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആർക്കും എല്ലാവരും ഇതിനെതിരെ നിൽക്കുള്ളൂ, ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. എല്ലാ രാജ്യങ്ങളും തകരുക ഈ ഒരു ഇങ്ങനെ സംഭവം നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ മുമ്പും ഈ പറഞ്ഞ ബോംബിട്ട ചരിത്രം അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ അങ്ങ് ജപ്പാനിൽ കൊണ്ടിട്ടത്. അതുകൊണ്ട് അതേ കണ്ണിൽ ചോരയില്ലാത്ത അതല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത എന്താ പറയുക എപ്സ്റ്റീനുകളാണല്ലോ അമ്മമാരൊക്കെ. അപ്പോൾ അമ്മമാർ ചെയ്യാനുള്ള ചാൻസ് ഇങ്ങനെയാണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു സുഖമുള്ള കാര്യമല്ല, ഏതാണെങ്കിലും അങ്ങനെ നടക്കാണ്ടിരിക്കട്ടെ. യുദ്ധമല്ലാത്ത രീതിയിൽ എന്താ പറയുക തീരട്ടെ എന്ന് തന്നെയാണ് നമ്മളൊക്കെ എല്ലാവരും എപ്പോഴും പറയാറുള്ളത്. പിന്നെ വേറെ അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ പ്രാന്തൻ ട്രംപ് വന്നിട്ട് ഒമാനെ തീർത്ത് കളയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഒമാനിലെ ബോംബ് കൊണ്ടിടും. ഹോർമോസ് കടലിടുക്ക് ഇറാനിയൻ കപ്പലുകൾക്ക് US ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധങ്ങൾ തടസ്സം നിൽക്കുന്നതിനാൽ ഒമാനെ ആക്രമിക്കുമെന്നാണ് ഇപ്പം നമ്മുടെ പ്രാന്തൻ ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രാന്തൻ കുര്യച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പള്ളിയില്ലേ ഇവിടെ എറണാകുളത്തിലെ പ്രാന്തൻ കുര്യച്ചൻ്റെ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രാന്തൻ ട്രംപ് ആയിട്ടുണ്ട്. പ്രാന്തൻ ട്രംപ് പുതിയ ഒരു വെടി പൊട്ടിച്ചത് ഇങ്ങനെയാണ്: നാവിക ഉപരോധം ഇറാനുമേൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നതെന്നും സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ തനിക്ക് സമയപരിധിയൊന്നുമില്ലെന്നും ഒരു അഭിമുഖത്തിൽ ഇന്നലെ നടന്ന അഭിമുഖം, ഇന്നലെ പുലർച്ചെയായിരുന്നു ഈ ഒരു അഭിമുഖം വന്നിരുന്നു. അതിലാണ് ട്രംപ് ഈ ഒരു വെടി പൊട്ടിച്ചിട്ടുള്ളത്. ഏതായാലും ഒമാൻ ആക്രമിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഒമാൻ്റെ പ്രതിനിധികളെല്ലാം ഇന്ന് ശക്തമായി തന്നെ ഇതിനെ എതിർത്തിട്ടും അല്ലെങ്കിൽ ഒമാനെ തൊടാൻ വന്നു കഴിഞ്ഞാൽ വെറുതെ നിൽക്കൂല കാര്യങ്ങൾ എന്നും കൂടെ ഒമാൻ്റെ ഭാഗത്തു നിന്നുള്ള പല ആളുകളും ഇപ്പം വന്ന് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ വരെ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്ന അതായത് ഒരു ബാക്ക് എൻഡ് ചർച്ചകൾ നടക്കുന്നുണ്ട്, വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇറാൻ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിൽക്കും എന്നൊക്കെ പറഞ്ഞ ട്രംപ് ഇന്ന് വന്ന് ഒരു തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല ഒമാനുമായിട്ട് ഇറാനുമായിട്ട് എന്നുള്ള വീണ്ടും വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടൻ ഇങ്ങനെ തിരിച്ചും മറച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഴുതക്കറിയിൽ അത് കേൾക്കുന്ന ആളുകൾ ഇപ്പം പുച്ഛിച്ചാണ് ഇയാളെ തള്ളാറ് എന്നുള്ളത് ഈ പൊട്ടൻ മൊണ്ണക്ക് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതേ സ്ഥാനത്ത് ഈ പ്രസ്താവന കഴിഞ്ഞപ്പോഴാണ് അബ്ബാസ് അറാച്ചി വന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത്, അതായത് അമേരിക്ക ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുക, അത് യാചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ടോക്കിന് ഞങ്ങളുമായിട്ടൊരു ടോക്കിന് വാന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ പിന്നിൽ ഞങ്ങളെ കാല് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് ഇപ്പം അബ്ബാസ് അറാച്ചി വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അമേരിക്ക പെട്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ കുറച്ച് ഒരു മണിക്കൂറിൻ്റെ മുമ്പ് വീണ്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്തൊരു പോസ്റ്റ് ന്യൂ US ടെറിട്ടറി എന്നും പറഞ്ഞ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഞാൻ റൗണ്ട് ചെയ്തിട്ട് അത് ഞങ്ങളുടെ ടെറിട്ടറി ആയി കഴിഞ്ഞു എന്ന് നല്ല സ്റ്റൈലിൽ അങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള മറ്റൊരു പോസ്റ്റ് ഈ മണ്ടൻ വീണ്ടും വന്നിട്ടിട്ടുണ്ട്. എന്ത് വലിയ മണ്ടനാണ്, പല മണ്ടന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ലോക പോലീസ് എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ലോകത്തെ മൊത്തം സാമ്പത്തിക ഘടന എന്താ പറയുക കൺട്രോൾ ചെയ്യുന്ന ഡോളറിൻ്റെ ഉടമ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് വന്നിട്ട് ഇമാതിരി ഊളത്തരങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നത് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞല്ലോ ഇത് ഏതെങ്കിലും അമേരിക്കയിലൊക്കെ ഇത് ആരെങ്കിലും ഇത് കാണുന്നുണ്ട് ഈ വീഡിയോയിലോ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ പ്രസിഡന്റ് ഇങ്ങനെ തൂറി മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തോറ്റ അമ്പിരിക്കുന്ന ട്രംപിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഒരു എമിറാത്തി ഓയിൽ ടാങ്ക് ഇന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാന് ചുങ്കം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് അതിനെ സീസ് ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ ആർമി സീസ് ചെയ്തിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. മറ്റൊരു ഓയിൽ ടാങ്കിൽ ഇന്ന് ആക്രമണം നടന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും കഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ GCC രാജ്യങ്ങൾ മൊത്തം. അവിടെ ജീവിക്കുന്നവരും അല്ലെങ്കിൽ ഈ പറഞ്ഞ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിലാണ്. ജോലി, സാമ്പത്തികം, മാനസികം എല്ലാ രീതിയിലും എല്ലാവരും കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.